നമസ്കാരം സുഹൃത്തുക്കളെ, മഹാരാവണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം സന്ദർശിക്കുന്നത് കേരളത്തിന്റെ നിശബ്ദ സ്വർഗം എന്ന് വിളിക്കപ്പെടുന്ന സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. പാലക്കാട് ജില്ലയിലെ നീലഗിരി പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ മഴക്കാടുകൾ കേരളത്തിന്റെ പ്രകൃതി സമ്പത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും അതുല്യ ഉദാഹരണങ്ങളാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ മുക്കാലി എന്ന സ്ഥലത്താണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ പ്രധാന ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി യാത്രയിൽ ഞങ്ങൾക്ക് ഗൈഡായി കിട്ടിയത് ഷാജു എന്നു പേരുള്ള ഒരു ചേട്ടനെയായിരുന്നു. യാത്രക്കിടയിൽ ഷാജി ചേട്ടൻ സൈലന്റ് വാലിയുടെ സസ്യജന്തു ലോകം, കുന്തിപ്പുഴ, സൈലന്റ് വാലിയുടെ ചരിത്രം, പ്രത്യേകതകൾ തുടങ്ങിയവയെക്കുറിച്ച് മനോഹരമായി വിവരിച്ചു തന്നു. സൈലന്റ് വാലിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സന്ദർശകർക്ക് ബോധ്യപ്പെടുത്തുകയും പ്രകൃതിയോട് ആദരവുള്ള സമീപനം വളർത്തുകയും ചെയ്യുന്നത് ഷാജു ചേട്ടനെ പോലെയുള്ള ഗൈഡിന്റെ വലിയൊരു പങ്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗൈഡുകൾ വെറും വഴികാട്ടികൾ അല്ല, അവർ സൈലന്റ് വാലിയുടെ സംരക്ഷകരും പ്രകൃതിയുടെ ദൂതന്മാരുമാണ്. 1970കളിൽ ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ആരംഭിക്കുവാൻ ശ്രമം നടന്നെങ്കിലും പരിസ്ഥിതി പ്രേമികളുടെ ശക്തമായ എതിർപ്പിനാൽ അത് നിർത്തിവെക്കപ്പെട്ടു. അത് തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിക്കപ്പെടാനും 1984 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെടാനും കാരണമായത്. എനിക്ക് സഹയാത്രികരായി കിട്ടിയത് തൃശൂർ അമല ഹോസ്പിറ്റലിലെ ജീവനക്കാരായിരുന്നു. ഒരുപാട് മരങ്ങളെ പറ്റി ഷാജി ചേട്ടൻ പരിചയപ്പെടുത്തി തന്നെങ്കിലും വളരെ അത്ഭുതകരമായി തോന്നിയത് ഒരു മുത്തശ്ശി പ്ലാവിനെ പറ്റിയായിരുന്നു. ഏകദേശം 300 വർഷം പഴക്കമുള്ള ഈ പ്ലാവിനരികിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള അവസരം ഷാജി ചേട്ടൻ ഞങ്ങൾക്ക് തന്നിരുന്നു. ഇവിടെ കാണുന്ന സിംഹവാലൻ കുരങ്ങ് കേരളത്തിലെ ഏറ്റവും അപൂർവങ്ങളായ ജീവികളിൽ ഒന്നാണ്. അതുമാത്രമല്ല, നൂറുകണക്കിന് പക്ഷികൾ, ശലഭങ്ങൾ, മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ എല്ലാം ചേർന്ന് പ്രകൃതിയുടെ അത്ഭുതങ്ങളായി ഇവിടെയുണ്ട്. ഞങ്ങളുടെ യാത്രക്കിടയിൽ അതാ വരുന്നു മനോഹരമായ വെള്ളച്ചാട്ടം. സൈലന്റ് വാലിയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ചെറു വെള്ളച്ചാട്ടം മനോഹരമായ കാഴ്ചയായിരുന്നു. വെള്ളത്തിന്റെ തുള്ളികൾ സൂര്യപ്രകാശത്തിൽ മിന്നിമറയുമ്പോൾ ആ കാഴ്ച കാണാൻ കണ്ണുകൾക്കും മനസ്സിനും ഒരു ഉല്ലാസം പകരും. സമീപമുള്ള പുഴയുടെ ശുദ്ധമായ വായുവും ചുറ്റുമുള്ള സസ്യസമൃദ്ധിയും ഈ സ്ഥലത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. സൈലന്റ് വാലിയിലെ ഈ യാത്ര പ്രകൃതിയെയും ശാന്തതയെയും ജീവിതത്തിന്റെ സൗന്ദര്യത്തെയും നമ്മെ പഠിപ്പിച്ച ഒരു അനുഭവമാണ്. അതിനുശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് സൈലന്റ് വാലിയിലെ അവസാന കവാടത്തിന്റെ അരികിലായിരുന്നു. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഞങ്ങൾ മറന്നില്ലാട്ടോ. സൈലന്റ് വാലിയുടെ ഹൃദയഭാഗത്താണ് വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ കണ്ണു നിറയ്ക്കുന്ന പച്ചപ്പും മലനിരകളുടെ സൗന്ദര്യവും താഴെ ഒഴുകുന്ന പുഴകളുടെയും കാറ്റിൽ അലിഞ്ഞു പോകുന്ന മേഘങ്ങളുടെയും കാഴ്ചയും ഇതെല്ലാം ചേർന്നതാണ് ഈ സ്ഥലം പ്രകൃതിയുടെ മായാജാലമാക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും പ്രകൃതിയുടെ ഹൃദയത്തിൽ നാം നിൽക്കുന്നുവെന്നൊരു അനുഭൂതി. ഇത് ഫോട്ടോഗ്രാഫിക്കും യാത്രാസ്നേഹികൾക്കും പ്രകൃതി ആസ്വാദകർക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. മുകളിലേക്ക് കയറുമ്പോൾ കുന്തിപ്പുഴയുടെ ഒഴുക്കും പരന്ന പച്ചക്കാടുകളും ദൂരെയുള്ള മലനിരകളും എല്ലാം ചേർന്ന് ഒരു സ്വപ്നലോകം പോലെ തോന്നും. സൈലന്റ് വാലിയിൽ നിന്നാണ് കുന്തിപ്പുഴ എന്ന മനോഹരമായ നദി ഒഴുകുന്നത്. പുഴയുടെ മൃദുശബ്ദം, പക്ഷികളുടെ മധുരഗാനം, കാറ്റിന്റെ മണം എല്ലാം ചേർന്ന് ഒരു സ്വർഗീയ അനുഭവം പകരുന്നു. വാച്ച് ടവർ പ്രധാനമായും വനസംരക്ഷണ ഉദ്യോഗസ്ഥർക്കും ഗൈഡുകൾക്കും വനപ്രദേശങ്ങൾ നിരീക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും സന്ദർശകർക്ക് ഇതിന്റെ മുകളിൽ കയറി വിസ്മയകരമായ കാഴ്ച ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അടുത്തതായി ഞങ്ങൾക്ക് ടീ ബ്രേക്ക് ആയിരുന്നു. പ്രകൃതിയോട് അടുപ്പമായി ചെലവഴിക്കുന്ന ഒരു ചെറിയ ടീ ബ്രേക്ക് ശരിക്കും ആത്മശാന്തി നൽകുന്നൊരു അനുഭവമാണ്. അടയും ചായയുമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച ടീ ബ്രേക്ക്. അതിനുശേഷം ഞങ്ങൾ പോയത് ട്രക്കിങ്ങിന് വേണ്ടിയായിരുന്നു.
പ്രകൃതിയെ അടുത്തറിയാനും കാടിന്റെ നിശബ്ദതയും മധുരവും അനുഭവിക്കാനും ഇതാണ് ഏറ്റവും മനോഹരമായ യാത്രകളിൽ ഒന്ന്. വഴിയിലുടനീളം മനോഹരമായ വൃക്ഷങ്ങളും അപൂർവമായ സസ്യജാലങ്ങളും അവിടെയൊക്കെ ഗൈഡ് വിശദീകരിക്കുമ്പോൾ പ്രകൃതിയുടെ അത്ഭുതം നമുക്ക് കൂടുതൽ വ്യക്തമാവും. അവിടെ തൂക്കുപാലത്തിന്റെ പണി നടക്കുന്നതിൽ യാത്ര പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രകൃതിയുടെ സംഗീതം പോലെ ഒഴുകുന്ന കാറ്റ് ഓരോ ചൂടും ഓർമ്മകളാൽ നിറയ്ക്കും. യാത്രയുടെ അവസാനം കിട്ടുന്ന ഒരു മനോഹരമായ കാഴ്ച മുഴുവൻ പരിശ്രമത്തിനും വിലയേറിയ ഒരു നിമിഷം തന്നെയാണ്. ഈ യാത്ര വെറും ട്രക്കിംഗ് മാത്രമല്ല, പ്രകൃതിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു അനുഭവമാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് സൈലന്റ് വാലി ഓഫീസിലേക്കുള്ള മടക്കയാത്രയായിരുന്നു. സൈലന്റ് വാലി പിന്നിലാക്കിക്കൊണ്ട് മടങ്ങുന്ന ഈ വഴിയിലൂടെ പ്രകൃതിയുടെ ഓർമ്മകൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. സൈലന്റ് വാലിയിലെ ഈ യാത്ര പ്രകൃതിയെയും ശാന്തതയെയും ജീവിതത്തിന്റെ സൗന്ദര്യത്തെയും നമ്മെ പഠിപ്പിച്ച ഒരു അനുഭവമാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്തേക്ക് തന്നെയായിരുന്നു. അവിടെയാണ് ലഞ്ച് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും ഇങ്ങനെ മനോഹരമായ യാത്രാ വീഡിയോകൾ കാണാൻ മഹാരാവണൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.